മുന്നണി സഹകരണം ആവശ്യപ്പെട്ട് സി.കെ. ജാനു യു.ഡി.എഫിൽ വിയോജിപ്പ്. ഒടുവിൽ സഹകരണമാകാമെന്ന് യു.ഡി.എഫ് ധാരണ. മുന്നണി സഹകരണം ആവശ്യപ്പെട്ട് യു.ഡി.എഫിന് കത്ത് നൽകി സി.കെ. ജാനു. കഴിഞ്ഞ യു.ഡി.എഫ് യോഗം കത്ത് ചർച്ച ചെയ്തു. രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വിയോജിപ്പ് അറിയിച്ചു. സി.കെ. ജാനുവുമായി സഹകരണമാകാമെന്നാണ് നിലവിലെ യു.ഡി.എഫ് ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് യു.ഡി.എഫിൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം സി.കെ. ജാനു അറിയിച്ചിരിക്കുന്നത്. ആലുവയിലെത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കണ്ട് താൽപര്യം അറിയിക്കുകയും യു.ഡി.എഫിന് കത്ത് നൽകുകയുമായിരുന്നു. കഴിഞ്ഞ 9-ന് ചേർന്ന യു.ഡി.എഫ് യോഗത്തിൽ കത്ത് ചർച്ച ചെയ്യുകയും ചെയ്തു. ചില വിയോജിപ്പുകൾ യോഗത്തിൽ ഉണ്ടായി എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സി.കെ. ജാനുവുമായി സഹകരിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വിയോജിപ്പ് അറിയിച്ചു. മുമ്പ് ഇത്തരത്തിലൊരു സഹകരണം ഉണ്ടായപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സി.കെ. ജാനു തോറ്റു. ആ പഞ്ചായത്ത് ഭരണമടക്കം യു.ഡി.എഫിന് നഷ്ടമായി. തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ മുസ്ലിം ലീഗിനും ചെറിയ എതിർപ്പുണ്ടെന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്നാൽ സി.കെ. ജാനുവുമായി സഹകരിച്ച് മുന്നോട്ടു പോകാമെന്ന പൊതുധാരണയിലാണ് നിലവിൽ യു.ഡി.എഫ് എത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ താൽപര്യം കണക്കിലെടുത്താണ് സഹകരണത്തിന് ധാരണയിലെത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി യു.ഡി.എഫ് സഹകരണത്തിൽ ധാരണയുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.